ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡ് വീട്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അക്ബറിനും അനീഷിനും അവർക്കുണ്ടായിരുന്ന 2 പവറുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സീസൺ കഴിയുന്നത് വരെയും അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ അനീഷിനാണെങ്കിൽ ആരെയും നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതാണ് ഈ വൈൽഡ് കാർഡുകൾ കൊടുത്തിട്ടുള്ള മുട്ടൻ പണി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രീമാൻ മോഹൻലാൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ 2 പേർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ പവറുകൾ തിരിച്ചു പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന നോമിനേഷൻ ചെയ്യാനും അതുപോലെ എന്താണ് നമ്മുടെ ടാസ്കിൽ, അതായത് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനുള്ള ആ ഒരു അവരവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ് ഓരോരുത്തരും ഈ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുക എന്നുള്ളത്. കാരണം എന്നാൽ മാത്രമേ അവർക്കൊക്കെ അവിടെ ഓരോരുത്തരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റൂ. എങ്ങനെ ഓരോ ടീമിനെയും നോക്കണം, കിച്ചൺ ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം, വെസൽ ടീമിനെ എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനും കൂടി ആവണം. അപ്പോൾ അതിന് ആണ് നമ്മുടെ വൈൽഡ് കാർഡ് വന്നിട്ട് ഒരു തടയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ആ ഒരു പണിഷ്മെൻറ്റിൽ നിന്നും ഒരു മോചനം കിട്ടുന്നതിനുള്ള പോംവഴിയുമായിട്ടാണ് ഇന്ന് ശ്രീമാൻ മോഹൻലാൽ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ടാസ്ക് ഉണ്ട്. ആ ഒരു ടാസ്കിൽ മത്സരിക്കുന്നത് നമ്മുടെ അക്ബറും അതുപോലെ തന്നെ അനീഷുമാണ്. അതിൽ അനീഷാണ് ജയിക്കുന്നതെങ്കിൽ അനീഷിൻ്റെ നോമിനേഷൻ പവർ അനീഷിന് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ അക്ബറാണ് ജയിക്കുന്നതെങ്കിൽ അക്ബറിൻ്റെ ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാനുള്ള അവസരം തിരികെ അക്ബറിനും കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് കൊടുത്തത്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന അവർ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയൊരു ബോർഡുണ്ട്. ആ ഒരു ബോർഡിൽ വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഓരോ ചിത്രത്തിനും അനുയോജ്യമായിട്ടുള്ള ശബ്ദങ്ങൾ, 15ഓളം ശബ്ദങ്ങൾ അത് പുറപ്പെടുവിക്കുന്ന മട്ടിൽ അത് ഒട്ടിക്കണം. അതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുതിരയുടെ ചിത്രം ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ കുതിരയുടെ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴായിരിക്കണം അത് അവിടെ ഒട്ടിക്കേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞു കരയുന്ന ശബ്ദമാണെങ്കിൽ ഈ കുതിരയുടെ താഴെ തന്നെ ആ ഒരു കുഞ്ഞു കരയുന്നത് കറക്റ്റായിട്ട് ഒട്ടിച്ചിരിക്കണം. അങ്ങനെ പക്ഷേ ഈ ഒരു ശബ്ദം 2 വട്ടം കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 3ാമത്തെ വട്ടം ഈ ശബ്ദമൊന്നും കേൾപ്പിക്കുന്നില്ല. പക്ഷേ ആ ഓർമ്മയിൽ വച്ചിരുന്നത് കണക്കിലാക്കി സ്വയം മനസ്സിലാക്കിയത് ഒട്ടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ അക്ബർ ആണെങ്കിൽ ഏകദേശം ഒരു 3-4 എണ്ണമൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിക്കാൻ ആരെ കൊണ്ടും പറ്റത്തുമില്ല. പക്ഷേ അക്ബർ 4 എണ്ണവും മറ്റോ കറക്റ്റായിട്ട് ഒട്ടിച്ചു. അങ്ങനെ അക്ബറിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള അവസരം പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനീഷിനാണ് കിട്ടാതിരുന്നത്. അപ്പോൾ അനീഷിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അനീഷ് ലാലേട്ടനോട് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റിയിരുന്നില്ല, എൻ്റെ തലയിൽ അതൊന്നും കയറിയില്ല, ഞാൻ കുറച്ച് ടെൻഷനായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീമാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തലയിൽ കയറ്റി വെക്കണം. ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ എല്ലാം തലച്ചോറ് ചൂട് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഇതിനുള്ളിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, അതിന് ശേഷം നിങ്ങൾ ചിന്തിക്കുക എന്നൊക്കെ പറയുന്നു. അങ്ങനെ അക്ബറിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാനുള്ള ആ ഒരു ചാൻസ് അക്ബറിന് കൊടുക്കുകയാണ്. പക്ഷെ അനീഷിന് ആ സമയത്തൊന്നും കിട്ടിയതായിട്ട് കാണിക്കുന്നില്ലെങ്കിലും പിന്നീട് ജനറൽ നോളേജ് പരമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ പലരും ആൻസർ ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. അങ്ങനെ പക്ഷേ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് അനീഷാണ്. അതുകൊണ്ട് ലാസ്റ്റ് അനീഷിൻ്റെ ആ ഒരു നോമിനേഷൻ ചെയ്യാനുള്ള അനീഷിൻ്റെ ആ ഒരു അവകാശം അത് ബിഗ് ബോസ് അല്ല, നമ്മുടെ ലാലേട്ടൻ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ അനീഷിന് നോമിനേറ്റ് ചെയ്യാം, അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം ഈ ഒരു കാര്യത്തിൽ നമുക്കൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ശരിക്കും വൈൽഡ് കാർഡ് വരുന്നു, അവർ പെട്ടെന്ന് ഇതുപോലെ ഓരോരുത്തർക്കുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു.
പക്ഷെ അത് ഒരു ബുദ്ധിമുട്ട് ഒരു എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ അത്രയും നല്ലൊരു കാര്യം നടന്നതിന് വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബായ്.